പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അണ്ഡാശയത്തിലുള്ള എല്ലാ മുഴകളും ക്യാൻസറാണോ എന്നുള്ളതിനെക്കുറിച്ചാണ്. സാധാരണ സ്ത്രീകളിൽ പല ആളുകൾക്കും അണ്ഡാശയം അഥവാ ഓവറികളിൽ മുഴകളുണ്ടാകാറുണ്ട്. എന്നാൽ ഈ എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് നിർബന്ധമില്ല. ചെറുപ്രായത്തിൽ കാണപ്പെടുന്ന മുഴകളിൽ ഭൂരിഭാഗവും ക്യാൻസർ അല്ലാത്ത അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത മുഴകൾ തന്നെയാണ്. എന്നാൽ 50 വയസ്സിന് ശേഷം അണ്ഡാശയത്തിലുണ്ടാകുന്ന മുഴകൾ പൊതുവെ അപകടകാരികളാണ്, ക്യാൻസർ ആകാൻ സാധ്യത കൂടുതലുള്ളതാണ്. അതിനാൽ അങ്ങനെയുള്ള മുഴകൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ കരുതലും കൊടുക്കേണ്ടതാണ്. നമുക്ക് അണ്ഡാശയത്തിലെ മുഴകൾ ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് പൊതുവെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. സാധാരണഗതിയിൽ നല്ലൊരു അൾട്രാസൗണ്ട് ചെയ്താൽ തന്നെ അണ്ഡാശയത്തിലെ മുഴ കുഴപ്പമുള്ളതാണോ ഇല്ലയോ എന്ന് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുഴപ്പമില്ലാത്ത മുഴകൾ സാധാരണഗതിയിൽ 10 സെൻറ്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ളതും യൂണിലോക്കുലാർ സിസ്റ്റം എന്ന് പറയും, അതായത് ഒരു ഫോക്കസും മാത്രമുള്ള ഒരു സിസ്റ്റായിട്ടുള്ള സ്വെല്ലിങ്ങുകളും അതിനുള്ളിൽ സോളിഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ള പദാർത്ഥങ്ങൾ തീർത്തും ഇല്ലായ്മയോ അല്ലെങ്കിൽ ഉണ്ടെന്ന് വരികിൽ ഏകദേശം 7 മില്ലിമീറ്ററിലൊക്കെ താഴെയോ മാത്രമുള്ളതുമായിരിക്കും. അതുമാത്രമല്ല, ക്യാൻസർ അല്ലാതെ വരുന്ന മുഴകളിലേക്ക് രക്തഓട്ടം വളരെ കുറവായിരിക്കും. ഇത് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഡോപ്ലർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് ആ മുഴയിലേക്ക് എത്രമാത്രം രക്തഓട്ടമുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പം ഇങ്ങനെ വളരെ ചെറിയ അല്ലെങ്കിൽ എല്ലാ ആശുപത്രികളിലും ലഭ്യമായ പരിശോധന രീതികൾ ഉപയോഗിച്ച് മിക്കവാറും എല്ലാ മുഴകളും ഭൂരിഭാഗം മുഴകളും തന്നെ കുഴപ്പമുള്ളതാണോ കുഴപ്പമില്ലാത്തതാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.